വോട്ടിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഒരു പൊതു അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കുമെന്നാണ് താഴെ തലത്തിൽ നിന്ന് വരുന്ന പൊതുവിവരങ്ങൾ സൂചിപ്പിക്കുന്നു. മികച്ചൊരു പോളിംഗ് നടന്നു. വലിയ തോതിലുള്ള മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും നിറഞ്ഞു നിന്നത് മഴയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് LDF സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് ദിവസവും മഴ വന്നും പോയി വരുന്നതാണ്. കാലാവസ്ഥയുടെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചതിപ്രയോഗം പോലെയാണ്, ഒരു രാഷ്ട്രീയ ചതിപ്രയോഗമാണ് UDF നടത്തിയത്. അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഒരു നിയോജക മണ്ഡലം തെരഞ്ഞെടുത്ത് അവിടുത്തെ LDF പിന്തുണയോടുകൂടി ജയിച്ച സ്വതന്ത്രനെ രാജിവെപ്പിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സൃഷ്ടിക്കാനായി. രാഷ്ട്രീയത്തിലെ നേർവഴിയല്ല അത്. വലിയ ഗൂഢാലോചന അതിന്റെ പിന്നിൽ നടന്നു. കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതിയെ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുന്ന ഒരാൾക്ക് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം ജനങ്ങൾക്കും ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലമായി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ സബലീകരണമാണ് ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത്. പല പദ്ധതികളുടെയും പൂർത്തീകരണമാണ് നടക്കുക. ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന ഭരണനിർവഹണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മൂന്നാമതും ഇടതുപക്ഷം എന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ആലോചിക്കാനാവില്ല, കേരളത്തിലെ പ്രതിലോമ ചേരിക്കും ആലോചിക്കാനാവില്ല. അതുകൊണ്ട് നേരിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ബലാബല പരിശോധന നടത്തുന്നതിന് മുമ്പായിട്ട് കൃത്രിമമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ നിലമ്പൂരിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടത്. കേരളം ഇത്തരം രാഷ്ട്രീയ ചതിപ്രയോഗത്തിന്റെ കൂടെ നിൽക്കില്ല. എളുപ്പവഴിയിലൂടെ, കുറുക്കുവിദ്യകളിലൂടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടുപോകാനുള്ള പരിശ്രമവും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വന്നപ്പോ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യാൻ UDF നിർബന്ധിതമായി. പദവിവാദങ്ങളെ രൂപപ്പെടുത്തി രാഷ്ട്രീയേതര വിഷയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് വ്യാജ പൊതുബോധ നിർമ്മിതി എന്ന UDF ലക്ഷ്യം ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും
ഇവിടെ വിജയിച്ചില്ല. UDF തയ്യാറാക്കിയ അജണ്ടയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വേണം, അഭിപ്രായ രൂപീകരണം നടത്താൻ ജനങ്ങളെ നിർബന്ധിതമാക്കണം. ആ ഭാഗം തട്ടിപ്പോയി. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്താൽ LDF തന്നെയാണ് മുന്നിൽ നിൽക്കുക. അപ്പോ അവരുടെ തിരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളാണ് പരാജയപ്പെട്ടത്. അവർക്ക് വേണ്ടി രാജിവെച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലും ഒപ്പം നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവരതാണല്ലോ പ്ലാൻ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും UDF തയ്യാറാക്കിയ പ്ലാൻ അതിൽ തന്നെ ദുർബലപ്പെട്ടു. പിന്നെ UDFന്റെ ഒരു പതിവ് ചേരുവയുണ്ട്. രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ, രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ UDF എക്കാലവും സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. പുതിയ പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് UDFന്റെ. അതുകൊണ്ട് തന്നെ നമ്മുടെ 2026 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി UDF അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിതീവ്ര വർഗീയതയ്ക്ക് അസോസിയേറ്റ് അംഗത്വം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലെ UDF. അതാണല്ലോ ഇവിടെ നടന്നത്. അതവരിവിടെ നടത്തി. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ടെസ്റ്റ് ഡോസാണിത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയ ശക്തികൾക്ക് അസോസിയേറ്റ് അംഗത്വം നൽകിക്കൊണ്ട് UDFനെ വിപുലീകരിച്ച് ആ നിലയിൽ ചില സ്ഥാനാർത്ഥികളെ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമാക്കി നിർത്താൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ പ്രയോഗമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കേണ്ടി വന്നത്. വിചിത്രമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടത്. ഇങ്ങനെ ഈ കേരളത്തിലെ കോൺഗ്രസിന് കീഴോട്ട് പോകാൻ കഴിയുമോ? ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ? തെരഞ്ഞെടുപ്പുകൾ വരും പോകും, ചിലപ്പോൾ ജയിക്കും തോൽക്കും. രാജ്യത്ത് ജനാധിപത്യം നിൽക്കണ്ടേ? രാജ്യത്തെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? വിശേഷിച്ചും കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന ഒരു കാലത്ത് വലിയ പരിശ്രമം എല്ലാവരും ഒന്നിച്ച് അത്തരം തീവ്ര വർഗീയതയെ തോൽപ്പിക്കാൻ നടത്തേണ്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ആ ഗൌരവബുദ്ധി കാണിച്ചോ? കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തെറ്റിതിരുത്താൻ ഈ കോൺഗ്രസിനെ അവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയോ? പ്രേരിപ്പിച്ചോ? കൈവീശി പോവല്ലേ കേന്ദ്ര നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട്? ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കേരളത്തിലെ UDF, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തിന് അനുകൂലമായി കൈവീശി തിരിച്ചു പോയല്ലോ ഇവിടെ വന്ന കേന്ദ്ര കോൺഗ്രസ് നേതാക്കന്മാരും. ഇതാണോ ഈ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത്? ഇത് എത്ര അപകടകരമാണ്. അവർ രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയില്ലാത്ത അപക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിനും UDFനും ഉള്ളത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയേറെ ന്യായീകരിക്കാൻ വാശി പിടിച്ചത് ഇവിടുത്തെ UDF പ്രതിപക്ഷ നേതാവ്. ജനങ്ങളെ ചുരുക്കി കാണരുത്. ജനങ്ങളെ നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല, അവരെ ബഹുമാനിക്കണം. ഞങ്ങളാ സമീപനം സ്വീകരിക്കുക. എപ്പോഴും ജനങ്ങളെ ബഹുമാനിക്കുന്ന, വോട്ടർമാരെ ബഹുമാനിക്കുന്ന സമീപനമാണ് ഞങ്ങളുടേത്.
അതുകൊണ്ട് ഞങ്ങളുടെ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനമാണ് LDF പ്രവർത്തകന്മാർ ഈ ദിവസങ്ങളിൽ അഹോരാത്രം നിർവഹിച്ചത്. തീവ്രവർഗീയവൽക്കരിച്ച് എളുപ്പത്തിൽ ജയിക്കാനുള്ള സൂത്രവിദ്യയാണ് UDF പ്രയോഗിച്ചത്. ഒരു സംശയമില്ല, UDFന്റെ ഈ അവസരവാദത്തിന് കനത്ത തിരിച്ചടിയേൽക്കും. ഇതിന്റെ പ്രത്യാഘാതം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ UDFനകത്തുണ്ടാവും, കോൺഗ്രസ് പാർട്ടിയിലുണ്ടാവും. ഇത്തരം നിലപാടുമായിട്ട് അധികം പോകാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടിനെ തീരുമാനിക്കേണ്ടി വരും. ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതോടൊപ്പം UDFനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാം. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അവസാനം വരെ പാളയത്തിലെ പട ഇല്ലാതാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. LDFന് അനുകൂലമായ ഒരു പ്രധാന ഘടകമാണ്. ആ അനുകൂല ഘടകം കൂടി ഇവിടെ പ്രവർത്തിച്ചാൽ കനത്ത തോൽവിയാണ് UDFന് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ആ തോൽവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് നാടിന് ആശ്വാസമുണ്ടാക്കുന്ന, ഈ കേരളം തെറ്റായ വഴികളിലൂടെയല്ല ശരിയുടെ നേർവഴികളിലൂടെയാണ് സഞ്ചരിക്കുക എന്ന് ഉറപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോ നല്ല സമാധാനമുള്ളൊരു നാടാണിത്. നല്ല നിലയിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഐക്യവും സ്നേഹവും സൗഭാത്രഭാവവുമുള്ള ഒരു നാടാണിത്. അങ്ങനെയുള്ള ഈ നാട്ടിൽ ആ സമാധാനം പുലരുമെന്നും നമ്മുടെ നാട് ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുൻകൈയെടുത്ത് സമഗ്രമായ കേരളത്തിന്റെ വികസന വഴിയിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പര്യാപ്തമാവുന്ന തരത്തിൽ കേരളം മുന്നോട്ടു പോകണമെന്ന് നിലമ്പൂരിലെ വോട്ടർമാർ പ്രഖ്യാപിക്കുന്ന, വിധിയെഴുതുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് 23-ാം തീയതി ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അത് സബലീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പോളിംഗ് ശതമാനം ഉയരുന്നതാണ് ഒരു കണക്ക്, ഫൈനൽ കണക്ക് വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് കൂടുന്നുണ്ട്, മലയോര മേഖലയിൽ കൂടുന്നുണ്ട്. അപ്പൊ പൊതുവിൽ ഈ കനത്ത മഴയുണ്ടായിട്ടും ഇത്രയും പോളിംഗ് ശതമാനം ഉയരുമ്പോൾ സാധാരണ ഇൻഡിക്കേഷൻസ് നമ്മൾ പറയും കൂടിക്കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമാണ്. അത് ഇവിടെ ആപ്ലിക്കബിൾ ആവുമോ എന്നുള്ളതാണ്. ഇപ്പൊ ബൂത്ത് എന്നുള്ള കണക്ക് ഏതാണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം കൂടിയ സന്ദർഭങ്ങളിൽ പലപ്പോഴും മികച്ച വിജയം ഈ കേരളത്തിൽ LDFനുണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും മികച്ച പോളിംഗ് ആണുള്ളത്. ആ മികച്ച പോളിംഗ് ഉള്ളപ്പോഴെല്ലാം LDF നല്ല വിജയം നേടിയിട്ടുണ്ട്. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും ഒക്കെ മികച്ച പോളിംഗ് ശതമാനം, അതിനേക്കാൾ കൂടിയ പോളിംഗ് ശതമാനങ്ങളാണ് അന്നുള്ളത്. അന്ന് ആ പോളിംഗ് ശതമാനം കൂടിയപ്പോഴൊക്കെയല്ലേ നമ്മൾ ജയിച്ചത്. അതുകൊണ്ട് ശതമാനക്കണക്കിന്റെ പേരിൽ ഭയപ്പെടുന്ന ആളുകളല്ല ഞങ്ങൾ. ശതമാനമാണ് കാര്യങ്ങളെ തീരുമാനിക്കുക എന്ന് പറയാനും കഴിയില്ല. രാജ്ഭവനിലെ പൊതുപരിപാടിയിലെ വീണ്ടും സംഘപരിവാറിന്റെ പാരതാപയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും വിജയസാധ്യത വീക്ഷണത്തിൽ ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ പ്രതികരണം എന്താ? വീണ്ടും ഒരു രാജ്ഭവൻ CPM, അതായത് ഗവൺമെന്റ് ഗവർണർ ഒരു തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും പോവുകയാണ്. രേഖാമൂലമുള്ള വാണിംഗ് വരുന്നു. മാത്രമല്ല ഇന്ന് മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രോട്ടോകോൾ ലംഘനമാണ് ആരോപിച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഒരു പഴയ ശങ്കരൻ തന്നെ ആവുകയാണ്. അല്ല, ഭരണഘടനയാണ് പ്രധാനം. ഭരണഘടനയിൽ എങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പ്രോട്ടോകോളൊക്കെ വേറെ കാര്യമാണ്. ഭരണഘടനയല്ലേ സുപ്രധാനമായ കാര്യം. പ്രോട്ടോകോള് ഭരണഘടനയുടെ മേലെ കയറി നിൽക്കുവോ? അങ്ങനെയാണോ നിയമത്തെക്കുറിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഭരണഘടനാനുസൃതമാണ് പ്രവർത്തിക്കുക, പ്രോട്ടോകോൾ അനുസരിച്ചല്ല. ഏത് മന്ത്രിയും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം. ഏത് സ്ഥാപനവും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം. അതിന്റെ ഭാഗം തന്നെയാണ് ഗവർണർ. ഭരണഘടനാതീതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരവകാശവും ഗവർണർക്കില്ല. ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുക, ഭരണഘടന അർപ്പിച്ച ഉത്തരവാദിത്വം മാതൃകാപരമായി നിർവഹിക്കുക. കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട മുൻകൈ കേരളം ആർജിച്ച നേട്ടങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക്
ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. കേരള ഗവർണർ ആവുമ്പോൾ തന്നെ അത് നല്ലൊരു അംഗീകാരമായിട്ടാണ് എടുക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന രൂപത്തിൽ സാമൂഹ്യമായും മറ്റ് ജീവിത രീതികളുമായി ബന്ധപ്പെട്ടും കുറെ കൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലെത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാവുകയാണ്. ഉന്നതമായ ജനാധിപത്യ മൂല്യമുള്ള ഒരു നാടാണ്. വളരെ മതസൗഹാർദ്ദമുള്ള നാടാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഞാനെന്നും ആവർത്തിക്കുന്നില്ല, നമ്മുടെ സാമൂഹ്യ വികസന ഇൻഡിക്കേറ്ററുകളിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയ ഒരു സംസ്ഥാനമാണ്. ആ ഒരു സംസ്ഥാനത്തിന്റെ കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റും ഈ സംസ്ഥാനത്തിലെ ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ ഭാഗമായി ചേർന്ന് കേരളത്തിന്റെ പൊതു മുന്നേറ്റത്തിന് സഹായകരമായ നിലപാടെടുക്കേണ്ട ആളാണ് കേരള ഗവർണർ. ഒരു ഗവർണറിൽ നമ്മൾ പ്രതീക്ഷിക്കാതാണ്. ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഭരണഘടനാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനത്ത് അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ നിലപാടെടുക്കുകയാണ് വേണ്ടത്. അവിടെ ഭരണഘടനയ്ക്ക് പുറത്തുള്ള സമീപന ശൈലി സ്വീകരിക്കാൻ ഗവർണർ പോയാൽ അത് കേരളത്തിലെ ജനങ്ങൾ അതിനോട് പിന്തുണ നൽകുമെന്ന് കരുതരുത്. ജനങ്ങൾ അത് അംഗീകരിക്കില്ല, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. രാജ്ഭവനെ ഒരു രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രമാക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഭരണഘടനാതീത ശക്തിയാണ് ഗവർണർ എന്നുള്ള നിലയിൽ ആര് പ്രവർത്തിച്ചാലും അതും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ജനാധിപത്യത്തോടുള്ള ഒരു അവഹേളനമായിട്ട് ജനങ്ങൾ കണക്കാക്കൂ. അതുകൊണ്ട് അത്തരം രാജ്ഭവനെ ഉപയോഗപ്പെടുത്തി ഭരണഘടനാതീതമായ ഒരു കേന്ദ്രമാണ് രാജ്ഭവൻ എന്ന് വരുത്താൻ ആര് ശ്രമിച്ചാലും അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇപ്പോ രാജ്ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവുന്ന സംഭവങ്ങൾ കേരളത്തിന്റെ ജനങ്ങളുടെ പൊതുമുന്നേറ്റത്തിന് എതിരാണ്. അപ്പോ അത് ജനതാൽപര്യത്തിനെതിരായ ഒരു നിലപാടാണ്, ഭരണഘടനാ വിരുദ്ധമായ സമീപനവുമാണ്. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ഗവർണർ പെരുമാറണം. നമ്മളെ ഗവൺമെന്റ് ഭരണഘടനയ്ക്ക് ഒപ്പം നിന്നും വിധേയമായിട്ടുമാണ് പ്രവർത്തിച്ചു പോയിട്ടുള്ളത്.